ഇത് നോക്കട്ടെ ബോസ്. ആ പ്രേം സഹായി എങ്ങാനും എന്റെ കൈ കിട്ടിയാലേ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാമോ? അറ്റാക്ക് അറ്റാക്ക് അറ്റാക്ക്. ഒന്നും ചെയ്യല്ലേ. റോബോട്ടിനെ പിടിച്ചോണ്ട് വരാ. എന്റെ തല ഇപ്പൊ പൊട്ടി പൊളിക്കുമല്ലോ. അയ്യോ, ഇനി എന്താ സംഭവിക്കുക? എപ്പോഴായി കേബിൾ കാർ റെഡിയാവാ? ഒന്നും പറയാനാകില്ല. എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാലാവസ്ഥ മോശമായത് കാരണം ഹെലികോപ്റ്ററും വിളിക്കാൻ സാധിക്കില്ല. പിന്നെ ആരെങ്കിലും ആ കേബിൾ കാറിന് മുകളിലുള്ള ലിവറെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തിരികെ എത്താൻ സാധിക്കും. ആർക്കെങ്കിലും അതിന് മുകളിൽ കയറാൻ സാധിക്കുമോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവിടെ എല്ലാരും പേടിച്ച് വരണ്ടിരിക്കുക. അപ്പോഴാണോ നിങ്ങൾ ഞങ്ങളോട് കേബിൾ കാർ ഇത് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നത്? അതും അതിന്റെ മുകളിലേക്ക് കയറാൻ? സോറി ടു സേ, അല്ലെങ്കിൽ നാളെ രാവിലെ വരെ നിങ്ങൾ അവിടെ ഇരിക്കേണ്ടി വരും. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു കുട്ടി. അവനത് എവിടെ പോവാ? എന്നെ രക്ഷിക്കേ, എന്നെ ഇറക്കി വിടെ. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് പേടിയാവുന്നേ. മമ്മി, അച്ഛാ. ഇങ്ങനെ ബഹളം വെച്ച് എല്ലാവരും പേടിപ്പിക്കരുത്. നിങ്ങൾ ആരെയും ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അയച്ചേക്കുന്നത്? ഞങ്ങൾ ആരെയും അയച്ചില്ല. നിങ്ങളെ സഹായിക്കാൻ ദൈവം ആരെയും അയച്ചതാണെന്ന് തോന്നുന്നു. അതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് നിങ്ങൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഫ്ലൈറ്റിന്റെ മുൻവശത്തെ ടയർ ഓപ്പൺ ആവുന്നില്ല. ഞങ്ങളത് ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. എമർജൻസി ലാൻഡിംഗ് ചെയ്യേണ്ടി വരും. പ്ലീസ്, നിങ്ങൾ എല്ലാവരും സമാധാനമായിരിക്കൂ. അയ്യോ, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക? നമ്മൾ അങ്ങനെ രക്ഷപ്പെടും. ഈ വീരിവിടെ എന്ത് ചെയ്യുവാ? ഹലോ ഹലോ. മാഗ്നെറ്റിക് ഫീൽഡ് ഓൺ. മാഗ്നെറ്റിക് ഫീൽഡ് ഓൺ. ഇതൊക്കെ എന്താ ഇത്? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? ആൽഫ ചാർലി, ഞാൻ പട്ടാപ്പകൽ സ്വപ്നം കാണുവാണേ. അല്ലാതെ ഇത് സത്യമായിരിക്കാൻ യാതൊരു വഴിയുമില്ല. വീർ അപകടത്തിലാണ്. നമ്മൾ അവനെ സഹായിച്ചേ മതിയാവൂ. എന്റെ സഹായങ്ങളൊന്നും വീറിന് ഒരിക്കലും ആവശ്യമില്ല. വേണമെങ്കിൽ നീ പോയി അവനെ സഹായിക്കേ. എന്തായി ചെയ്തേ? രക്ഷിക്കണേ. നീ ഇവിടെ എന്താ എടുക്കുക ചുൾബുൾ? നിന്റെ ആ കൂട്ടുകാരൻ ജിണ്ടുവിനോട് പോയി ചോദിക്കേ. More magnetic power. ജിണ്ടു, എന്തിനാണോ നീ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഈ പാവം കഴുതിയോട് കുറച്ച് കരുണ കാണിക്കണോ? System start. എപ്പോ നോക്കിയാലും ഇങ്ങനെ ഓരോരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ട് വരും. ചെവി പിടി. പറഞ്ഞത് കേട്ടില്ലേ? ചെവി പിടിക്കാൻ. അമ്മേ, അച്ഛാ. System start. Monkey mode. ചുൾബുൾ, നീ എന്റെ പിന്നാലെ വന്നോളൂ. ഞാൻ
ഞാൻ ആ കുരങ്ങന്മാരുടെ അടുത്തേക്ക് പോവാ. ഓക്കേ നിക്ക് എന്നെ കൂടെ കൊണ്ടുപോ. ജ്വല്ലറി ബോക്സിംഗ് തിരിച്ചതാ. ഇവൻ നമ്മളെ പോലെ തന്നെ സംസാരിക്കുന്നല്ലോ. അതൊന്നും തിരിച്ചു തരില്ല. നീ എന്നാ ചെയ്യും? എനിക്കും ചിലതൊക്കെ ചെയ്യാനറിയാം, പക്ഷെ ഞാൻ ചെയ്യാറില്ല. ആ ജ്വല്ലറി കൊണ്ട് തനിക്ക് ഒരു ഉപകാരവും ഇല്ല. അതിങ്ങ് തിരിച്ചു തന്നേക്ക്. കഴിക്കാനും കുടിക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ തരാം. എന്റെ കൂടെ വന്നോളൂ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ശക്തി ഉപയോഗിക്കേണ്ടി വരും. ആഹാ, ഞങ്ങള് വെറുതെ വെല്ലുവിളിക്കുന്നു. എടാ രമേശ്, ചന്തു, ഗോപി, കുമാര, ആക്രമിക്കടാ. അവൻ വന്നേക്കുന്നു നമ്മളെ വെല്ലുവിളിക്കാൻ. എല്ലാവരും ഒരുമിച്ച് ചെന്ന് അവനെ ആക്രമിക്കടാ. ഇനി ഞാൻ തന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ചേട്ടാ, ഞാൻ നിങ്ങളെ ബഹുമാനം. നീയോ? നീ ചാക്കിനകത്ത് എന്തെടുക്കുക? ഇതിനർത്ഥം നീയും എപ്പോഴോ മോഷണം നടത്തിയിട്ടുണ്ടെന്നല്ലേ? അത് സോറി, ഞാൻ 1-2 തവണ മറ്റുള്ളവരുടെ പാടത്ത് പോയിട്ട് ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തവണയൊക്കെ കഴിച്ചിട്ടുള്ളൂ. സോറി വീർ, ഐ എം റിയലി സോറി. ഇനി ഒരിക്കലും ചെയ്യില്ല, സത്യമായിട്ടും. ഓക്കേ, ഇനി ഒരിക്കലും മോഷ്ടിക്കരുത്. മോഷ്ടിക്കുന്നത് തെറ്റായ കാര്യാ. അതിപ്പോ 1 രൂപയാണെങ്കിലും 1 ക്യാരറ്റ് ആണെങ്കിലും. ഈ വണ്ടിയുടെ ഐഡിയ എന്നൊക്കെ പറഞ്ഞാലേ ഒരു 1.5 ഇന്റലിജന്റ് ഐഡിയ ആണ് കേട്ടോ. അതെന്താണെന്ന് മാത്രം ചോദിക്കരുത്. അതിനിവിടെ ആരും ചോദിച്ചില്ലല്ലോ. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത് ചോദിക്കരുതെന്ന്. ഞാൻ സ്വയം പറഞ്ഞു തരത്തില്ലേ? ആ കള്ളൻ ഇതിലോട്ട് വന്ന് വാതില് തുറക്കുമ്പോ കട്ടിൽ അനങ്ങിയിട്ട് ഈ പെയിന്റ് ബോട്ടിൽ നേരെ അവന്റെ തലയിൽ വീഴും. അങ്ങനെ ആ കള്ളൻ നമ്മുടെ പിടിയിലാവുകയും ചെയ്യും. ഒടുവിൽ അവന്റെ ബാലൻസ് മൊത്തം പോയിട്ട് ആ മുന്നിലിരിക്കുന്ന ആട്ടയുടെ ചാക്കിനകത്ത് പോയി മൂക്കും കുത്തി വീഴും. അപ്പോഴുണ്ടല്ലോ ആ ആട്ട മുഴുവൻ അവന്റെ ദേഹത്ത് ഒട്ടിപ്പിടിക്കും. എന്താ, എങ്ങനെയുണ്ട് എന്റെ ഇന്റലിജന്റ് ഐഡിയ? എനിക്കത് ആലോചിക്കുമ്പോ തന്നെ ചിരി അടക്കാൻ പറ്റുന്നില്ല. ആ കള്ളന്റെ ആ സമയത്തെ അവസ്ഥയെല്ലാം കൂടി ഓർക്കുമ്പോ ചിരി വരുന്നു. ഇത് ഇവിടെ വെച്ചേക്കാം. ജിൻടു, ഈ ക്യാമറയുടെ 20 കോപ്പീസ് ഉണ്ടാക്കണം. എന്നിട്ട് അത് എല്ലാ ക്ലാസ്സിലും വെക്കേ. ഓക്കേ ബോസ്, ഇപ്പൊ ചെയ്യാലോ. പണി കഴിഞ്ഞു ബോസ്. എല്ലാ കോപ്പീസും വെച്ചിട്ടുണ്ട്. പക്ഷെ ക്യാമറാസ് വെച്ചില്ലല്ലോ. ഞാൻ നിന്നോട് ക്യാമറ വെക്കാൻ പറഞ്ഞ, അല്ലാതെ ക്യാമറയുടെ ഡ്രോയിങ് അല്ല. അപ്പോഴാണോ നീ ജെറോക്സ് കോപ്പി എടുത്ത് വെക്കുന്നത്? എനിക്ക് 20 CCTV ക്യാമറ വേണം, മനസ്സിലായോ നിനക്ക്? സോറി ബോസ്, ഇന്ന് വെച്ചിട്ടുണ്ട്. താങ്ക് യു. ശരി, ഞാനെന്ന് അസംബ്ലിക്ക് പോവാ. System start. അല്ല, ഈ വണ്ടി ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ? ജിണ്ടു ചേട്ടൻ അവിടെയുണ്ട്. എന്നാ ജിണ്ടുമുത്ത് ആദ്യം പോയൊന്ന് വയറ് നിറയ്ക്കാന്നേ.